ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ സ്റ്റ്യൂ തയ്യാറാക്കിയാലോ. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇതിനോടൊക്കെ കഴിക്കാൻ ഒരു നല്ല കോമ്പിനേഷനാണ് ചിക്കൻ സ്റ്റ്യൂ. ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമായി വരുന്നുള്ളൂ. നമുക്കിത് തയ്യാറാക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ഹാർട്ട് ടു ഹാർട്ട് ടിങ്കിൾസ്. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മീഡിയം സൈസ് പീസസ് ആണ് ആക്കിയിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്കിനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. 3 സവാള ഇതിലേക്ക് ആവശ്യമുണ്ട്. അത് ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പൊട്ടാറ്റോ, അതും ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നെടുകെ ഒന്ന് കട്ട് ചെയ്തതാണ്. ഇത് എരിവിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമുക്ക് ആവശ്യം ടൊമാറ്റോ ആണ്. ഇത് ഒരു ടൊമാറ്റോയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടെ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു 12 കാഷ്യൂ നട്ട്സ് 1 മണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങയിൽ നിന്നും തേങ്ങാപ്പാൽ കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1-ാം പാല് ഒരു 3/4 കപ്പും 2-ാം പാല് 2 കപ്പും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ പീസ് പട്ട, തക്കോലം, 3-4 ഗ്രാമ്പു, പിന്നെ 2 ഏലക്ക, പിന്നെ ബേ ലീഫ്, ആവശ്യത്തിന് കറിവേപ്പില, ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കോലം, പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേ ലീഫും ഇട്ട് കൊടുക്കാം. അപ്പോൾ ബേ ലീഫ് ഇതുപോലെ വലുതാണെങ്കിൽ 1-2 പീസ് ആക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണേ. ഞാൻ ഓർത്തില്ല, പെട്ടെന്ന് ഇട്ടുപോയി. സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് സോഫ്റ്റായി വരും. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ, കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ്, പൊട്ടാറ്റോ, പച്ചമുളക് ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ക്യാരറ്റും പൊട്ടാറ്റോയൊക്കെ ഒന്ന് ഹാഫ് കുക്ക് ആകുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കിതൊന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. പൊട്ടാറ്റോയും ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ട് നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റയും ഒക്കെ ചിക്കനിലെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് 2-ാം പാല് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചിക്കൻ കുക്കാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു 2-3 പീസ് പൊട്ടറ്റോ എടുക്കാം. 2-3 അല്ല, ഒരു 4-5 പീസ് പൊട്ടറ്റോ എടുക്കാം. എന്നിട്ട് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായി കിട്ടും. ഇനി നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കഴിയുമ്പോൾ. അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1 പാൽ ഒരു 1/4 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി അതൊരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ചെറുതായിട്ട് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ സ്റ്റ്യൂ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഇതുവരെയും ടിങ്കിൾസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.